2019 ജനുവരി 8-ാം തീയതിയാണ് റുപ്പിയമംഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് റുപ്പിയമംഗ് ചാനൽ തുടങ്ങിയിട്ട് 7 വർഷം തികയാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ കാണുന്നതിനായിട്ടാണ്. റുപ്പിയമംഗിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 2026 ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വന്നേക്കാവുന്ന 10 മ്യൂച്വൽ ഫണ്ടുകളെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ആ സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 കലണ്ടർ ഇയറിൽ മികച്ച ലാഭം തരാൻ സാധ്യതയുള്ള ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിനെയാണ് പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഈ ഫണ്ടിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പല സമയത്തും ലാഭം എടുക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു ലാഭം നേടുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ടടിക്കുന്ന 10 തെറ്റുകളിൽ 6ാമത്തെ തെറ്റ് എന്ന് മനസ്സിലാക്കാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്മാരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡിനെ ചേസ് ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. എല്ലാവരും ചെയ്യുന്നത് ശരിയാവും, അപ്പോൾ നമുക്കങ്ങ് കണ്ടിന്യൂ ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഡിഫൻസ് സ്റ്റോക്കിലും ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്യുക, എനിക്കും ലാഭം കിട്ടും. എല്ലാവരും ഒരു ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്യുക, എനിക്ക് ലാഭം കിട്ടും എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ തുടക്കകാലം മുതൽ നിക്ഷേപിച്ച് വന്നിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന റിട്ടേൺ ഒന്നും ഈ ട്രെൻഡ് മികച്ചതായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ആ ട്രെൻഡിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് കിട്ടില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു വർഷം കൊണ്ട് ഇരട്ടിയായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. 2021-22 കാലത്തിൽ മിക്കവാറും മ്യൂച്വൽ ഫണ്ടുകൾ, സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ അതിൻ്റെ വില ഇരട്ടിയായ കാലമായിരുന്നു. അങ്ങനെ ഇരട്ടിയായ കാലത്ത് പല ആളുകളും പല മ്യൂച്വൽ ഫണ്ടുകളും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി കയ്യിലുള്ള പോർട്ട്ഫോളിയോ മുഴുവൻ സ്മോൾ ക്യാപ്പ് ആക്കി മാറ്റിയ മഹാന്മാരെ നമുക്കറിയാം. അവർക്ക് അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഒരു പോസിറ്റീവ്, വളരെ ചെറിയ പോസിറ്റീവായിട്ടുള്ള രീതിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ അത്തരം ഒരു മെൻറ്റാലിറ്റിനെയാണ് ഈ ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറയുക. എല്ലാവരും 2021-22 സ്മോൾ ക്യാപ്പിൽ പോയി, ഞാനും സ്മോൾ ക്യാപ്പിലേക്ക് പോയാൽ എനിക്ക് വലിയ ലാഭം ഉണ്ടാകും കിട്ടും എന്നുള്ള ഒരു അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ ഗുണകരം എന്നുള്ളത് മനസ്സിലാക്കാതെ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി പോകുന്ന ഒരു രീതിനെയാണ് ഈ ഹേർഡ് മെൻറ്റാലിറ്റി. അത് വളരെയധികം ആളുകളുടെ പണം കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ, ഈ ഇടക്കാലം വന്നിട്ടുള്ള റിട്ടേൺ മാത്രം നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വളരെയധികം നഷ്ടം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരമൊരു ചിന്ത ഒഴിവാക്കി നമ്മളുടെ ഗോളുകൾക്ക് എന്താണ് യോജിച്ചത്, നമ്മളുടെ ആവശ്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കാം, എത്ര റിസ്ക് കുറവെടുത്ത് ഒക്കെ പൂർത്തീകരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചിന്ത നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ഫണ്ട് ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ്. എൻ്റെ ഒരു നോട്ടത്തിൽ ഈ 2026 കലണ്ടർ ഇയറിൽ മികച്ച നേട്ടം തരാൻ സാധ്യതയുള്ള ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICICI പ്രൊഡൻഷ്യലിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടാണ്. ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35% വരെയും തുക ഒരു ലാർജ് ക്യാപ് ഓഹരികളിലും അടുത്ത 35% തുക മിഡ് ക്യാപ് ഓഹരികളിലും നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതായത് 1 മുതൽ 100 വരെ സ്ഥാനത്തുള്ള ഓഹരികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ 35%വും 101 മുതൽ 250 വരെയുള്ള ഓഹരികളിൽ അടുത്ത ഒരു 35% വരെയും നിക്ഷേപിക്കുക എന്നുള്ള ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് മിക്കവാറും ICICI പ്രൊഡൻഷ്യൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് പോലുള്ള ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു 3 വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും 21% വെച്ച് നേട്ടം തന്നിട്ടുള്ള കാറ്റഗറിയുടെ ടോപ്പറായിട്ടുള്ളൊരു ഫണ്ടാണ് ICICI പ്രൊഡൻഷ്യൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പോർട്ട്ഫോളിയോയും അത്യാവശ്യം മികച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. 5 മുതൽ 10 വർഷം വരെയുള്ള ഗോളുകൾക്ക് ഇത്തരം ഫണ്ടുകൾ ചൂസ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ലാർജ് ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും ഏരിയയിലുള്ള സ്റ്റോക്കുകളുടെ ഒരു ബ്ലെൻഡ് നിങ്ങൾക്ക് വേണം. ഒരു ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ടുകൾ തന്നെയാണ് നമുക്ക് ഉചിതമായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താരതമ്യേന ചെറിയൊരു ഫണ്ടാണ്. 5,000 കോടി രൂപ മാത്രമേ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. എങ്കിലും നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഒരു മികച്ച ഫണ്ടായിട്ട് ICICI പ്രൊഡൻഷ്യൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ
റിസ്ക് എടുക്കാനുള്ള കഴിവിനും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനും നിങ്ങളുടെ ഗോളുകൾക്കും മാച്ച് ചെയ്യുന്ന ഒരു ഫണ്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഫണ്ടിനെ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ള ഫണ്ടുകളും കൂടെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് ഒരു പ്ലാനിങ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് റുപ്പി ബാങ്കിന്റെ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ സീരീസിലെ 2 മറ്റു നല്ല വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ടോ മറ്റുള്ള പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങളുമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന വാട്സ്ആപ്പ് നമ്പർ 8848030018 ആണ്.